ഇവിടുത്തെ വൈദ്യുതി മന്ത്രി ആരുടെ കിഴങ്ങ് നോക്കട്ടെ, അറിഞ്ഞൂടെ, ഓർമ്മ കിട്ടും, സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാവും. കൃഷ്ണൻകുട്ടിയാണ് ആണെന്ന് തോന്നില്ലേ, നോട്ടെ സെർച്ച് ചെയ്ത് നോക്കാം. KCB മിനിസ്റ്റർ കുഞ്ഞുകുട്ടി കൃഷ്ണൻകുട്ടി, കുഞ്ഞുകുട്ടി കൃഷ്ണൻകുട്ടി. ഏതൊക്കെ മന്ത്രിമാരാണെന്ന് അറിഞ്ഞോ? പണ്ടൊക്കെ ആണെങ്കിൽ ഓരോ വകുപ്പ് മന്ത്രിമാരെ നമുക്കറിയാം, എല്ലാ മന്ത്രിമാരെ അറിയാൻ പറ്റും. ഇപ്പം മഹാരാജാവ് ഭരിക്കുന്നുണ്ട്, വേറെ മന്ത്രിമാർക്ക് ആർക്കും എക്സ്പോഷർ കൊടുക്കൂല. അപ്പോൾ കൃഷ്ണൻകുട്ടി അണ്ണൻ്റെ അടുത്ത് കുഞ്ഞുകുട്ടി കൃഷ്ണൻകുട്ടി അണ്ണൻ്റെ അടുത്ത് 2 വാക്ക് പറയാനാണ് ഞാൻ വന്നത്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് രാവിലെയും വൈകിട്ടുമായിട്ട് 3/4 മണിക്കൂർ വെച്ച് കറണ്ട് പോകണുണ്ട് അണ്ണ അറിഞ്ഞാണോ ഇല്ലോ അല്ലേ? അപ്രഖ്യാപിത പവർ കട്ടാണ്. എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ സേവിക്കുന്നത്? പവർ കട്ടില്ലാത്ത നാടാണ് കേരളം. എത്ര വർഷമായി ഇത് കാണിക്കാനാ? നമുക്ക് പവർ കട്ട് വെച്ചാലും കുഴപ്പമില്ല, 1 മണിക്കൂറോ 2 മണിക്കൂറോ നീ പലപ്പോഴായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പോ. അത് എത്ര മണിക്ക് പോകും എന്നൊന്ന് പറഞ്ഞാൽ മതി. കാരണം ഓരോ നേരത്തെ വല്ല പണിയും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കഞ്ഞി കുടിച്ച് ജീവിച്ച് പോണത്. ഇത് തോന്നുമ്പോൾ വന്നങ്ങ് അണക്കിയാണ് കറണ്ട്. അത് പോണത് 1/4 മണിക്കൂർ പവർ കട്ടില്ല, 3/4 മണിക്കൂറൊക്കെയാണ് പോണത്. ഇപ്പോഴാണ് KCB ആഫീസിൽ വിളിക്കാൻ പറ്റില്ല, അവർ ഫോൺ എടുത്ത് മാറ്റി വയ്ക്കും. പിന്നെ ഉള്ളത് ഒരു 19 എന്തോ ഒരു നമ്പറാണ്, അത് കമ്പ്യൂട്ടർ 1 2 പറഞ്ഞുകൊണ്ടിരിക്കും. കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യും. നാളെ വൈകിട്ടാകുമ്പോഴത്തേക്കും നിങ്ങളെ പരാതി പരിഹരിച്ചെന്ന് പറഞ്ഞിട്ട് മെസ്സേജും വരും, SMS, അതേ ഉള്ളൂ. അതുകൊണ്ട് പവർ കട്ട് വന്നാലും നമുക്ക് കുഴപ്പമില്ല, അത് എത്ര മണിക്ക് പോകും എന്നൊന്ന് അറിയിച്ചാൽ മാത്രം മതി കേട്ടോ കൃഷ്ണൻകുട്ടിയണ്ണ. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ വിളിച്ചു, ചേട്ടാ എൻ്റെ വീട്ടിൽ കറണ്ടുണ്ട്. അവനാണെങ്കിൽ 2.5 ലക്ഷം രൂപ മുടക്കി മറ്റേ കൂരയുടെ മുകളിൽ സോളാർ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവൻ്റെ വീട്ടിൽ എത്ര 800-900 രൂപയാണ് കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നത് 2 മാസം കൂടുമ്പോൾ. അവൻ 2.5 ലക്ഷം രൂപ മുടക്കി കറണ്ട് സോളാർ വെച്ച് കേട്ടാ. ആദ്യം 125 രൂപ എന്തായാലും സർവീസ് ചാർജ് എന്ന് പറഞ്ഞ് മാസം മാറ്റണം, കുഴപ്പമില്ല. മാസം 125 രൂപ അല്ലേ ഉള്ളൂ, 2 മാസം കൂടുമ്പോൾ 250 രൂപ ആവും കൊടുക്കാം. അത് കൂട്ടി മാസത്തെ കണക്കാണ് ഞാൻ പറഞ്ഞത്. അത് സ്വന്തം പൈസ മുടക്കി സോളാർ വെച്ചതും പോലെ സർവീസ് ചാർജ് കൊടുക്കാം. 125 200 250 ആക്കി. ഈ കഴിഞ്ഞ മാസം അതിന് മുമ്പത്തെ മാസം 300 ആക്കി. ഇപ്പോൾ വീണ്ടും കൂട്ടി 325 രൂപ ആക്കിയിരുന്നു മാസം സർവീസ് ചാർജ്. പിന്നെ അവൻ എന്തിനാ സോളാർ വെച്ചത്? വാഴയെ 2 മാസം കൂടുമ്പോൾ അവൻ 650 രൂപ 650 രൂപ കറണ്ട് ബില്ല് സർവീസ് മാത്രം വരുന്നു. വല്ലാത്ത ഭരണം തന്നെ പറയാതിരിക്കാൻ വയ്യ. ഗതികെട്ട ഒരു കിഴങ്ങുകൾ എന്നടാ നീയൊക്കെ.